ഇനല്ലേ കോട്ടക്കലിലെ നോമ്പുകാലം അത് വെറുമൊരു മാസമല്ല. സമാധാനത്തിന്റെയും ഒരുമയുടെയും ഓർമ്മകളിൽ ഇടം ചേർന്ന ഒരു വികാരമാണ്. പ്രഭാതത്തിന്റെ നിശബ്ദതയിൽ പള്ളിയിലെയും വീടുകളിലെയും മുറികളിലെ മന്ത്രിക്കുന്ന ദുആകളോടെ അത് ആരംഭിക്കുന്നു. അത്താഴത്തിനായി മക്കളെ ഉണർത്തുന്ന അമ്മയുടെ സ്പർശം പ്രതിരോധ ശേഷിയുടെയും പാരമ്പര്യത്തിന്റെയും രുചി പകരുന്ന ആവിയായി പറക്കുന്ന കഞ്ഞിയുടെ സ്വാദിലൂടെയാണ്. കുന്നുകൾക്ക് പിന്നിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ കോട്ടക്കൽ ഒരു പുതിയ ജീവനോടെ സജീവമാകുന്നു. സംഭാഷണങ്ങളാൽ അലയടിക്കുന്ന ചായക്കടകൾ, ചുവരുകളിൽ ഘടിപ്പിച്ച പ്രാർത്ഥനാ ഷെഡ്യൂളുകൾ, വൈകുന്നേരത്തെ തിരക്കിന് സമയത്ത് തന്നെ തുറക്കുന്ന മാർക്കറ്റുകൾ. ഇതാണ് നഗരത്തിന്റെ റംദാൻ സ്പിരിറ്റ്. പുത്തൂർ ബൈപ്പാസ് മുതൽ എടരിക്കോട് വരെ സമൂസയുടെയും നിറച്ച വാഴപ്പഴത്തിന്റെയും മണം അന്തരീക്ഷത്തിൽ നിറയുന്നു. അത് സൗഹൃദത്തിന്റെയും മതത്തിന്റെയും അതിരുകൾക്കപ്പുറത്ത് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. എന്നാൽ റംദാൻ നോമ്പിനും പെരുന്നാളിനും മേലെ ശുദ്ധീകരണത്തിന്റെ സമയമാണ്. അവിടെ മതമെന്നോ വർഗമെന്നോ ഇല്ല. എല്ലാവരും ഒന്നായി തന്നെ നോമ്പെടുക്കുന്നു, പരസ്പരം സഹായിക്കുന്നു. കുട്ടികളും മുതിർന്നവരും നോമ്പുണ്ടെങ്കിൽ പോലും വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാൻ ബൂട്ടെടുത്ത് ഓടുന്നതും, അതിന് ഉമ്മയുടെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കുന്നതും, വേഗം കുളിച്ച് നോമ്പ് തുറക്കുന്നതും, എന്നിട്ട് നോമ്പ് തുറ കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെയോ കുടുംബാംഗങ്ങളുടെ കൂടെയോ പുറത്ത് സുലൈമാനി കുടിക്കാൻ പോകുന്നതുമെല്ലാം ഒരുമയെ തുറന്നു കാണിക്കുന്നു. അവസാനമാകുന്നതോടെ പെരുന്നാൾ ആശങ്കയിൽ കോട്ടക്കലിലെ വീടുകളിൽ പ്രതീക്ഷ നിറയുന്നു. പെരുന്നാൾ കൂടാൻ വേണ്ടി അവർ പുതിയ ഉടുപ്പ് തേടുന്നു. അതിനവർക്ക് രണ്ടാമത് ചിന്തിക്കാനുമില്ലായിരുന്നു. ഒരുമയുടെയും സമാധാനത്തിന്റെയും നിറമാണ് കോട്ടക്കലിന്റെ സീനത്ത്. അതുകൊണ്ട് തന്നെ സീനത്ത് മലബാറിന്റെ കഥയുടെ ഭാഗമാകുന്നു. തുണികൾക്കും നൂലുകൾക്കും അപ്പുറം സീനത്ത് കോട്ടക്കലിന്റെ സംസ്കാരത്തെ എപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു. അവിടുത്തെ ഓരോ നൂലും ഓരോ കഥ പറയുന്നു. ഓരോ നിറവും ആഘോഷത്തെ സ്വാധീനിക്കുന്നു. ഓരോ വസ്ത്രവും സ്നേഹത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ജീവൻ പകർത്തുന്നു. കോട്ടക്കലിലെ നോമ്പുകാലം എന്നും എനിക്കൊരു മറക്കാൻ പറ്റാത്ത സമയമാണ്. ഇവിടെ പരാതികളില്ല, മതഭേദമില്ല. എല്ലാവരും ഒന്നായി തന്നെ വരവേൽക്കുന്നു. രാത്രി കേടാ. സീനത്ത് പറയുന്നത് പോലെ ഇവിടെ റംദാനെ വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും നിറകവിഞ്ഞ സ്നേഹത്തോടെ തന്നെയാണ് വരവേൽക്കുന്നത്.